നിങ്ങൾക്കറിയാമോ, സുന്ദരിമാരുടെ ഹൃദയം കവർന്ന അണ്ടർവേൾഡ് കിങ് ദാവൂദ് എന്ന കൊടും ക്രിമിനലിൻ്റെ പ്രണയകഥകൾ? ഇന്ത്യയും അമേരിക്കയും ആഗോള ഭീകരനായി പ്രഖ്യാപിച്ച കൊടും കുറ്റവാളി ദാവൂദ് ഇബ്രാഹിമിനെ നിങ്ങൾക്കറിയാം. ചോര കണ്ട് അറപ്പുമാറിയ ഡി കമ്പനി തലവൻ. ഇപ്പോൾ ദാവൂദ് ഇബ്രാഹിം വീണ്ടും വാർത്തകളിൽ നിറയുന്നത് പാകിസ്ഥാനിൽ വെച്ച് ആരോ ദാവൂദിന് വിഷം നൽകി കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നതാണ്. എന്നാൽ നിങ്ങൾക്കറിയാമോ, ചോര കണ്ട് അറപ്പുമാറിയ ഈ മനുഷ്യനെ ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും പല സുന്ദരികളും കൊതിച്ചിരുന്നുവെന്ന്. അതെ, ഒരു കാലത്ത് ബോളിവുഡിലെ പല സുന്ദരികളെയും ഉറക്കം കെടുത്തിയിരുന്നത്രേ ഈ സുന്ദരനായ ക്രിമിനൽ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യ തേടുന്ന കൊടും ക്രിമിനലിൻ്റെ ആ പ്രണയ കഥകളാണ്. അതിനു മുമ്പ് നമുക്ക് ദാവൂദ് ഇബ്രാഹിം എങ്ങനെ ഇന്നത്തെ ദാവൂദ് ഇബ്രാഹിമായി എന്നറിയണ്ടേ. 1990കളിലാണ് മുംബൈയെ ഭീതിയിലാഴ്ത്തിയ ദാവൂദ് ഇബ്രാഹിം കസ്കർ എന്ന പേര് മാധ്യമങ്ങളിലും അതുപോലെ പോലീസിൻ്റെ ഫയലുകളിലുമെല്ലാം നിറയുന്നത്. വിധിയുടെ വികൃതി എന്ന് തന്നെ പറയേണ്ടി വരും. മഹാരാഷ്ട്ര പോലീസ് മുതൽ ഇന്ത്യയുടെയും അമേരിക്കയുടെയും രഹസ്യാന്വേഷണ വിഭാഗം വരെ അന്വേഷിച്ച് നടക്കുന്ന ഈ മനുഷ്യൻ ജനിച്ചത് ഒരു പോലീസ് കോൺസ്റ്റബിളിൻ്റെ മകനായാണ്. അതെ, മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിലെ ഇബ്രാഹിം കസ്കർ എന്ന മഹാരാഷ്ട്ര പോലീസിലെ കോൺസ്റ്റബിളിൻ്റെ മകനായി 1955 ഡിസംബറിലാണ് ദാവൂദ് ഇബ്രാഹിം കസ്കർ ജനിച്ചത്. ദാവൂദ് ഇബ്രാഹിമിന് 7 സഹോദരന്മാരും 4 സഹോദരിമാരുമാണ് ഉണ്ടായിരുന്നത്. ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഇളയ സഹോദരനായിരുന്ന ഹുമയൂൺ പാകിസ്ഥാനിൽ വെച്ച് 6 വർഷം മുൻപ് ക്യാൻസർ ബാധിച്ച് മരിച്ചിരുന്നു. പാകിസ്ഥാനിലായിരുന്നു ഹുമയൂണിൻ്റെ ചികിത്സ. മികച്ച ചികിത്സയ്ക്കായി ഹുമയൂൺ ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും അതിന് കഴിഞ്ഞിരുന്നില്ല. കൊല്ലും കൊലയുമായി മുംബൈ അധോലോകത്തെ കിരീടം വയ്ക്കാത്ത രാജാവായി ദാവൂദ് വളർന്നത് വളരെ പെട്ടെന്നായിരുന്നു. ഹാജി മസ്താനും കരിംലാലയും വരദരാജ മുതലിയാരും വാഴുന്ന മുംബൈ അധോലോകത്തിൽ ദാവൂദിന് തൻ്റെ ശത്രുക്കളുടെ വലിപ്പം വളർച്ചയുടെ ആക്കം കൂട്ടിയതേയുള്ളൂ. കരിംലാലയുടെ ശിങ്കിടികളായിരുന്ന ആമിർ സാദ പത്താനും ആലം സേബ് പത്താനുമാണ് ദാവൂദ് ഇബ്രാഹിമിന് അധോലോകത്തിൻ്റെ ബാലപാഠങ്ങൾ പകർന്നു നൽകിയത്. പഠാന്മാരുടെ കളരിയിൽ നിന്നും അടവുകൾ പഠിച്ച ദാവൂദ് സ്വന്തം സംഘത്തെ രൂപപ്പെടുത്തി നിയമാനുസൃതവും അതിലേറെ നിയമവിരുദ്ധവുമായ പല ബിസിനസ്സുകളിലും ഏർപ്പെട്ടു. തട്ടിക്കൊണ്ടുപോകൽ, വാടകക്കൊല, പണപ്പിരിവ് തുടങ്ങി എന്തും പണത്തിനു വേണ്ടി ഏറ്റെടുക്കാൻ ദാവൂദിന് മടിയുണ്ടായിരുന്നില്ല. ദാവൂദ് വളരുകയായിരുന്നു. രത്നത്തിൻ്റെയും സ്വർണത്തിൻ്റെയും കള്ളക്കടത്തിൻ്റെയും കൂടി ബിസിനസ് തുടങ്ങിയതോടെ അയാൾ ഗോൾഡ് മാൻ എന്നറിയപ്പെട്ടു തുടങ്ങി. തങ്ങൾ കൈപിടിച്ച് പിച്ച നടത്തിയവൻ തങ്ങളെക്കാൾ വളരുന്നത് പത്താൻ സഹോദരന്മാർക്ക് സഹിക്കാൻ കഴിയുന്നതിനുമപ്പുറമായിരുന്നു. 1981 ദാവൂദിൻ്റെ ജ്യേഷ്ഠൻ സബീറിനെ പഠാന്മാർ വെടിവെച്ചു കൊന്നു. പ്രതികാരദാഹിയായ ദാവൂദ് പകരമെടുത്തത് അമീർ സാദ പത്താൻ്റെ ജീവനായിരുന്നു. ഇതിനിടയിൽ പല ബോളിവുഡ് സുന്ദരിമാരുടെയും മനസ്സിൽ ദാവൂദ് ഇടം പിടിച്ചു. നിരവധി ബോളിവുഡ് നടിമാരുമായും ദാവൂദ് ഇബ്രാഹിം പ്രണയത്തിലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ പ്രണയകഥകളിൽ നായിക നടി മന്ദാകിനിയാണ്. മന്ദാകിനിയോട് ദാവൂദ് ഇബ്രാഹിമിന് അടങ്ങാനാവാത്ത അഭിനിവേശമായിരുന്നു ഉണ്ടായിരുന്നത്. 1993 മുംബൈ സ്ഫോടനക്കേസിൽ താൻ നിരപരാധിയാണെന്ന് മന്ദാകിനിയുമായി അവസാനം നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ ദാവൂദ് പറഞ്ഞിരുന്നുവെന്നും പറയപ്പെടുന്നു. മന്ദാകിനിയെ ദാവൂദ് വിവാഹം കഴിച്ചിരുന്നില്ല. കുറച്ച് വർഷങ്ങൾ നീണ്ടുനിന്ന പ്രണയം മാത്രമായിരുന്നു അത്. അതിനുശേഷമാണ് ദാവൂദ് സുബീന സറീൻ എന്ന യുവതിയെ വിവാഹം കഴിക്കുന്നത്. ഈ ബന്ധത്തിൽ 3 പെൺകുട്ടികളുമുണ്ട്. ഇതിനിടെയാണ് പാകിസ്ഥാനിലേക്ക് പോയ ദാവൂദ് പാക് നടിയായ മെവിഷ് ഹയാത്ത് എന്ന യുവതിയുമായി പ്രണയത്തിലാണ് എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നത്. ഈ വർഷം ദാവൂദ് ഒരു പത്താൻ യുവതിയെ വിവാഹം കഴിച്ചെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇന്ത്യ വിട്ട് ദാവൂദ് പാകിസ്ഥാനിൽ സ്ഥിരതാമസമാക്കിയ സമയത്ത് ദാവൂദിൻ്റെ മറ്റൊരു സഹോദരൻ നൂറ കസ്കറിനെ സർദാർ റഹ്മാൻ സംഘം തട്ടിക്കൊണ്ടുപോയി. നൂറയെ വിട്ടു നൽകാൻ സർദാർ റഹ്മാൻ സംഘം ദാവൂദ് ഇബ്രാഹിമിനോട് 200 കോടിയിലധികം മോചനദ്രവ്യം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ മോചനദ്രവ്യം നൽകാൻ ദാവൂദിന് കഴിഞ്ഞിരുന്നില്ല. 2009 സർദാർ റഹ്മാൻ സംഘം നൂറയെ കൊലപ്പെടുത്തി മൃതദേഹം കറാച്ചിയിലെ ദാവൂദിൻ്റെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു. മരണപ്പെട്ട 3 സഹോദരങ്ങളെ കൂടാതെ ദാവൂദ് ഇബ്രാഹിമിന് അനീസ് ഇബ്രാഹിം, ഇക്ബാൽ കസ്കർ, മുസ്കിം അലി കസ്കർ, സൈതുൽ അതുലെ എന്നിങ്ങനെ 4 സഹോദരന്മാർ കൂടിയുണ്ട്. ഇവർ 4 പേരും മുംബൈ, ദുബായ്, കറാച്ചി എന്നിവിടങ്ങളിലെ വിവിധ സ്ഥലങ്ങളിലായിട്ടാണ് താമസിക്കുന്നത്. മുംബൈയിൽ താമസിക്കുന്ന ഇക്ബാൽ കസ്കറെ കുറച്ചുനാൾ മുമ്പ് അറസ്റ്റ് ചെയ്തത് വാർത്തയായിരുന്നു. അതിനു മുമ്പും ഇക്ബാലിനെ നിരവധി തവണ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ബിൽഡറിൽ നിന്ന് പണം തട്ടിയതിനാണ് അവസാന അറസ്റ്റ് നടന്നത്. ദാവൂദ് ഇബ്രാഹിമിന് 4 സഹോദരിമാരാണ് ഉണ്ടായിരുന്നത്. ഹസീന പാർക്കർ, സൈദ പാർക്കർ, ഹർസാന തുങ്കേക്കർ, മുംതാസ് ഷെയ്ഖ് എന്നിവരിൽ ഹസീന പാർക്കറും ഹർസാന തുങ്കേക്കറും മരണപ്പെട്ടു. ദാവൂദ് ഇന്ത്യ വിട്ട ശേഷം സഹോദരി ഹസീന പാർക്കറിൻ്റെ ഭർത്താവ് ഇബ്രാഹിം പാർക്കറാണ് ഇന്ത്യയിലെ ദാവൂദിൻ്റെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തിരുന്നത്. എന്നാൽ കൂട്ടത്തിൽ തന്നെയുള്ള പല സംഘാംഗങ്ങൾക്കും ദാവൂദുമായി ശത്രുതയുണ്ടായിരുന്നു. ഒരു ഗ്യാങ് വാറിലൂടെ ഇബ്രാഹിമിനെ ഗാവ്ലി സംഘം കൊലപ്പെടുത്തുകയായിരുന്നു. ഭർത്താവിൻ്റെ മരണശേഷം ദാവൂദിൻ്റെ ബിസിനസ്സുകൾ സഹോദരിയായ ഹസീന പാർക്കർ ഏറ്റെടുത്തു.
അതിനുശേഷം അധോലോകവുമായി ബന്ധപ്പെട്ട് ഗോഡ് മദർ എന്ന പേരിലാണ് ഹസീന അറിയപ്പെട്ടത്. ഹൃദയാഘാതത്തെ തുടർന്നാണ് ഹസീന മരിച്ചത്.